ലോകം ഒരു ഫുട്ബോളായി മാറുകയാണ്. 1.5 ലക്ഷം മാത്രം ജനസംഖ്യയും കൊച്ചിൻ കോർപ്പറേഷന്റെ മാത്രം വലിപ്പവുമുള്ള കുറസാവോയും കേപ്പ് വെർഡെയും ജോർദാനും ഉസ്ബെക്കിസ്ഥാനും ചരിത്രത്തിൽ ആദ്യമായി ബൂട്ട് കിട്ടുന്ന ഫിഫ വേൾഡ് കപ്പ്. 43 വയസ്സും 162 ദിവസവും പ്രായമുള്ള സ്കോട്ട്ലൻഡിന്റെ ക്രെയ്ഗ് ഗോർഡൻ ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനായും 17 വയസ്സും 240 ദിവസവും മാത്രം പ്രായമുള്ള മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായും ബൂട്ട് കിട്ടുന്ന ഫിഫ വേൾഡ് കപ്പ്. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും മെക്സിക്കൻ മതിൽ ഗില്ലർമോ ഒച്ചോവയും 6ാമത് വേൾഡ് കപ്പ് എന്ന ലോക റെക്കോർഡിലേക്ക് കടക്കുന്ന ഫിഫ വേൾഡ് കപ്പ്. ഫുട്ബോളിന്റെ മിശിഹ ലയണൽ മെസ്സിയും പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ചും അരങ്ങൊഴിയുന്ന ഫിഫ വേൾഡ് കപ്പ്. 6ാമത് ലോക കിരീടം തേടി സാമ്പ താളത്തിലെത്തുന്ന ബ്രസീൽ, 5ാമത് ലോക കിരീടം തേടിയെത്തുന്ന ജർമ്മനി, തുടർച്ചയായ 3ാം വട്ടം ലോകകപ്പിന് ക്വാളിഫൈ ചെയ്യാതെ പോയ ഇറ്റലി, ചരിത്രത്തിലെ 4ാം കിരീടം തേടി തുടർച്ചയായ 2ാം കിരീടം തേടിയെത്തുന്ന മിശിഹയുടെ അർജന്റീന, 3ാം കിരീടം തേടിയെത്തുന്ന സുവാരസ് ഇല്ലാത്ത ഉറുഗ്വൈ, 3ാം കിരീടം തേടിയെത്തുന്ന ഫ്രാൻസ്, 2ാം കിരീടം തേടിയെത്തുന്ന സ്പെയിൻ, 60 കൊല്ലത്തിന്റെ ചരിത്രം തിരുത്താൻ 2ാം കിരീടം തേടിയെത്തുന്ന ഇംഗ്ലണ്ട്. പക്ഷേ എല്ലാ പാരമ്പര്യങ്ങൾക്കും അപ്പുറത്ത്, എല്ലാ വലിപ്പ ചെറുപ്പങ്ങൾക്കും അപ്പുറത്ത് ഏത് നിമിഷം വേണമെങ്കിലും എന്തു വേണമെങ്കിലും സംഭവിക്കാവുന്ന അപ്രവചനീയതയാണ് ഫുട്ബോളിന്റെ യഥാർത്ഥത്തിലുള്ള ത്രിൽ. ജയവും തോൽവിയും, കണ്ണീരും ആനന്ദവും, അട്ടിമറിയും അമ്പരപ്പും, ഹൃദയ തകർച്ചയും ഒരേ സമയം മിന്നിമറിയുന്ന പച്ചപ്പുൽ മൈതാനം. ജാതിയും മതവും അതിർത്തികളും മറന്ന് ലോകം മുഴുവൻ ഒരൊറ്റ മനസ്സോടെ ഒരു പന്തിന് പിന്നാലെ ഒന്നിച്ചു പായുന്ന നാളുകൾ. അർജന്റീനയും ബ്രസീലും പോർച്ചുഗലും സ്പെയിനും ഫ്രാൻസുമെല്ലാം നമ്മുടെ സ്വന്തം ടീമുകളായി മാറുന്ന കാലം. US-ലെ 11 നഗരങ്ങളിലും മെക്സിക്കോയിലെ 3 നഗരങ്ങളിലും കാനഡയിലെ 2 നഗരങ്ങളിലുമായി 16 സ്റ്റേഡിയങ്ങളിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ 23ാം പതിപ്പ്. ലെറ്റ്സ് ഫുട്ബോൾ.